സഹോദരങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ പറയുക, ശരിക്കും ഫാഷൻ കയറിയിട്ട് പിള്ളേർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ സമൂഹം. ആവശ്യത്തിനൊക്കെ എല്ലാം ആവാം, ആവശ്യത്തിനൊക്കെ വേണം, നല്ല ഡ്രസ്സ് ഇടാം, മോഡൽ ഡ്രസ്സ് ഇടാം. മോഡേൺ ഡ്രസ്സ് ഇടുന്നതിനൊന്നും നമ്മൾ ഒരു തരത്തിലും കുറ്റം പറയുന്ന ആളുകളല്ല. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവണം. മോഡൽ എത്ര വേണേലും ആവാം, എന്നാലും ശരീരഭാഗങ്ങൾ കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല എന്ന് ചിലരെങ്കിലും പറയും. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ, ഞാൻ എൻ്റെ ചാനലിലല്ലേ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇപ്പോഴുള്ള പിള്ളേരുടെയൊക്കെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, എല്ലാവരും മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ മിക്കവാറും പെൺകുട്ടികളുടെയൊക്കെ വസ്ത്രധാരണ എന്ന് വെച്ചാൽ. കുറേ പേരൊക്കെ ഉണ്ട് നല്ല രീതിയിൽ മോഡൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എന്നാൽ കുറേ കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പോഴായാലും ഒക്കെ കാണുന്നൊരു കാഴ്ചയെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ്. അവർ നല്ല ടൈറ്റ് പാൻറ്റൊക്കെ ഇടും, ജീൻസിൻ്റെ പാൻറ്റ്, ചിലപ്പോൾ ഷോർട്ട് പാൻറ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടുന്നത്. പട്ടി കടിച്ച് കീറിയത് കണക്കത്തെ കുറേ സ്ക്രാച്ചൊക്കെ ആയിട്ടുള്ള സ്ക്രാച്ച് പാൻറ്റുകളൊക്കെ ആണ് ഇടുന്നത്. ശരിക്കും സ്ക്രാച്ച് പാൻറ്റ് ചിലതൊക്കെ കാണാൻ നല്ല രസമാണ്, ശകലമൊക്കെ കാണുള്ളൂ. എന്നാൽ ചിലതാണെങ്കിലുണ്ടല്ലോ, പെൺപിള്ളേരാണ് കൂടുതലായിട്ട്, അവരുടെ ഈ തുടകളൊക്കെ ഫുള്ള് കാണത്തക്ക രീതിയിൽ, ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ വലിച്ച് കീറി, അതായത് ഒരു പട്ടിയുടെ മുന്നിൽ ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് കീറി ചപ്പ് ചിപ്പാക്കിയില്ലേ, ആ മോഡലിലൊക്കെയാണ് ഓരോ പെൺകുട്ടികളും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, വേറെ കുറേ പേരുടെയെങ്കിലും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കൈയില്ലാത്ത ഉടുപ്പൊക്കെ ഇടുന്നതിനോട് ഒരു ചെറിയ കൈയെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും അവിടെ ഒരു കൈയുടെ സ്ഥാനത്ത് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കണമെന്നൊന്നുമില്ല. പലരും പറയും, ഈ തളച്ച് ഇത് എന്തായിരുന്നു, ഈ അമ്മായിക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കുക. അമ്മായിക്കുള്ള പണിയാണിത്. യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുക എന്നുള്ളത് അമ്മായിയുടെ പണിയാണ്. ആ ഒരു പണി തന്നെയാണ് അമ്മായി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കത്തക്ക രീതിയിലൊന്നും വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇരുന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോകുന്നത് കാണാം, സ്ലീവ്ലെസ്സൊക്കെ ഇട്ടിട്ട്. എന്തൊരു ബോറാണ് ശരിക്കും. ഈ കുട്ടികളുടെ വീട്ടിൽ നിയന്ത്രിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കോളേജിലൊക്കെ പഠിക്കുന്ന പെൺപിള്ളേർ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് വേഷം ധരിക്കുന്നതെന്നുള്ളത് പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ, പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു വേഷമെന്ന് പറഞ്ഞാൽ, അവർ നല്ല ടൈറ്റ് സ്ക്രാച്ചൊക്കെയുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് ഉടുപ്പിന് ഒട്ടും ഇറക്കം ഉണ്ടാവില്ല, ഹാഫായിരിക്കും ഉടുപ്പ്. ബ്ലൗസിൻ്റെ ഉടുപ്പ് കണക്ക് അത്രയ്ക്കുള്ള ഇറക്കമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള വയറ്, മുതുക് ഇതൊക്കെ ഫുള്ള് പുറത്ത് ആയിരിക്കും ഇരിക്കുന്നത്. ചില കുട്ടികളാണെങ്കിൽ കുറച്ച് താഴ്ത്തിയായിരിക്കും പാൻറ് ഇടുന്നത്. ഇത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും അത്തരത്തിലുള്ള കുട്ടികളുടെ പാരൻസിനോടൊക്കെ ഉണ്ടല്ലോ എനിക്ക് പുച്ഛം മാത്രമാണ് ഉള്ളത്. നമ്മുടെ മക്കൾ കുറച്ച് മോഡേണൊക്കെ ആവുന്നതിൽ ഒരു തെറ്റുമില്ല, അത് കാണാനും രസമുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് അവരവരുടെ ശരീരം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി ആക്കരുത് പബ്ലിക്കിൻ്റെ മുന്നിൽ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടത്, ചില അമ്മമാർ തന്നെ അതിന് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അച്ഛന്മാരുടെ കാര്യം പറയണ്ട, അവർക്ക് വീട്ടിൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, കുറേ പേരുടെയെങ്കിലും കാര്യമാണ് പറയുന്നത്. കാരണം ഈ അമ്മമാർ മക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇതിനൊക്കെ ഉള്ള രീതിയിൽ കൂടെ നിൽക്കുമ്പോൾ അച്ഛനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ പുള്ളിക്കാരന് അവിടെ വലിയ വോയിസൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് അമ്മമാർ അച്ഛൻ്റെ വായം അടപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ലോകത്ത് പീഡനം കൂടിയത് അതുകൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നല്ലൊരു പങ്ക് മൊബൈലിന് തന്നെയുണ്ട് ഈ പീഡനത്തിൻ്റെ ഒക്കെ കേസ് ഇട്ടെടുക്കുകയാണെങ്കിൽ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ പീഡനങ്ങളും സംഭവിക്കുന്നത് വസ്ത്രം കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ തീരെ കൊച്ചു മക്കൾ, തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ വരെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഡ്രസ്സ് കണ്ടിട്ടൊന്നും അല്ലല്ലോ, ശരിക്കും ഒരു സ്ത്രീ പോലും ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാതെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഈ പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ രീതി, ഫാഷൻ്റെ പേരിൽ. പിന്നെ പെൺകുട്ടികളുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കുറേ ആൺപിള്ളേരുണ്ട്. എൻ്റെ പൊന്നോ, ആൺകുട്ടികളുടെ വില കളയാനായിട്ട് ഇപ്പോൾ കുറേ ആൺകുട്ടികൾ തലമുടി വളർത്തുന്നുണ്ട്. അതിലൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ചില കുട്ടികളൊക്കെ മുടിയൊക്കെ വളർത്തി ഇവിടെ ഒരു കുട്ടപ്പൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കാണാനും നല്ല രസമാണ്. ഓക്കെ, ചിലർ അല്ലാതെ ഒക്കെ ഇട്ടിരിക്കും, തലമുടി വളർത്തുന്നു.
അത് കാണുന്നതിൽ വലിയ വൃത്തികേടോ കുഴപ്പമൊന്നുമില്ല, അത് വളർത്തിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ പെടാത്ത ചില എണ്ണമുണ്ട്. തലമുടി പച്ച കളറാക്കി വെച്ചുകൊണ്ട് കിടക്കുന്ന കാണാം. വെള്ള കളർ, വെള്ള കളർ തലമുടിയൊക്കെ ആക്കിയിട്ട് അത് കുറച്ച് ഭാഗം ഇങ്ങനെ വെള്ള, പിന്നെ ബാക്കി കറുപ്പായിട്ട് തന്നെ ഇരിക്കും. ചെമ്പൻ കളറിൽ ഭയങ്കര ഡാർക്കായിട്ട് ഇത് വയ്ക്കും. 2 കാതിലും കമ്മലിടും, മൂക്കുത്തിയിടും. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ മൂക്കുത്തിയിടും, ഇവിടെ. ഇതൊക്കെ ഈ ചില ആൺകുട്ടികൾ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് അത്തരത്തിൽ കാണുന്ന കുട്ടികളെ കാണുമ്പോഴത്തേക്കും നല്ല 2 എണ്ണം പൊട്ടിക്കണമെന്ന് പറയാൻ തോന്നാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കോലങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു ഉള്ള നാച്ചുറലായിട്ടുള്ള അതിൻ്റെയൊക്കെ ഭംഗി തന്നെ പോവുകയാണ്. ഇമാതിരി കോലം കാണിക്കുമ്പോഴത്തേക്ക് അതിനെയൊക്കെ കാണാൻ പോലെയുള്ള ആ ഒരു ലുക്ക് തന്നെ അങ്ങ് പോകും. പിന്നെ ടാറ്റുവിൻ്റെ ഉപയോഗം. ടാറ്റു ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇപ്പോൾ ശരീരത്തിൽ ടാറ്റു കുത്താത്ത ഒരു അപൂർവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മിക്ക കുട്ടികളും ശരീരത്തിൽ ടാറ്റു കുത്തിയിരിക്കുന്നതാണ്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. പിന്നെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, പരിധി കഴിയുമ്പോഴാണ് എല്ലാം കൈവിട്ട് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ കാലമായിട്ട് വിദേശികളാണ് കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ മദാമ്മമാരിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് നാക്കിൻ്റെ തുമ്പ് ശസ്ത്രക്രിയ ചെയ്ത് നാവ് 2ആക്കി വെക്കുന്നൊരു, പാമ്പിൻ്റെ നാവ് പോലെയൊക്കെയുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുന്ന ഒരു സൂത്രം. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കളർ ചേഞ്ച് വരുത്തുന്നതൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ സൂത്രങ്ങളാണ് കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ വരുത്തി വെക്കുന്ന നാവ് കാണാൻ എന്തിനു കൊള്ളാം, മനം മറിക്കും. അത് മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാർത്തയൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി വരാം. ലൈസൻസ് ഇല്ലാത്ത ടാറ്റു പാർലറിന്റെ മറവിൽ നാവ് പുലർത്തൽ നടത്തി ഇൻസ്റ്റഗ്രാം സ്റ്റാറും ടാറ്റു പാർലർ ഉടമയുമായ യുവാവ് പിടിയിൽ. റീൽ സെറ്റ് വൈറലാകാനാണ് മേലെ ചിന്താമണി സ്വദേശി ഹരിഹരൻ നാവ് പുലർത്തിയത്. ശസ്ത്രക്രിയാ സജ്ജീകരണങ്ങളോടെയുള്ള നാവ് പുലർത്തലിൽ ആരോഗ്യ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. நம்ப ஒன்று கட் பண்ண போகிறோம். ஹாய் ஏலியன்ஸ், என்ன கட் பண்ண போகிறோன்னு கேட்குறீங்களா? டங் ஸ்பிளிட் தான். நம்ம டங் மாதிரி இன்னொரு அளவுக்கு டங் ஸ்பிளிட் பண்ண போகிறோம். ஸ்டே டியூன் வித் ஏலியன் இமோ பாடி மோஷன் டாட்டூ ஸ்டுடியோ. பை. ഇൻസ്റ്റഗ്രാമിൽ ഏലിയൻ ഇമോ ടാറ്റു പേജിൽ പ്രത്യക്ഷപ്പെടാറുള്ള തിരുച്ചിറപ്പള്ളി സ്വദേശി ഹരിഹരനാണിത്. 1,40,000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സാണ് ഉള്ളത്. കണ്ണിൽ കളർ ചെയ്ത് വിവിധ ടാറ്റുകൾ അടിച്ച് ഫോളോവേഴ്സിനെ കൂട്ടുന്നയാൾ. ഏലിയൻ ഇമോ ടാറ്റു എന്ന പേരിൽ കക്ഷിക്കൊരു ടാറ്റു സെന്ററുമുണ്ട്. 6 ദിവസം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ആണ് ഹരിഹരന് വിനയായത്. ഹരിഹരന്റെ ടാറ്റു സെന്ററിൽ തന്നെയാണ് നാവ് മുറിക്കൽ നടന്നത്. പാമ്പിന്റെയോ സിംഹത്തിന്റെയോ രൂപത്തിൽ ഇവിടെ നാവ് മുറിച്ച് നൽകാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കണ്ണിനുള്ളിൽ കളർ ചെയ്യുന്നതിന് 2 ലക്ഷം രൂപയാണ് നിരക്ക്. നാക്കുമുറിക്കൽ വീഡിയോ വൈറലായതോടെ ടാറ്റു സെന്ററിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഞെട്ടി. ടാറ്റു സെന്ററിന് ലൈസൻസ് പോലുമില്ല. ഉടൻ തന്നെ ഹരിഹരനെയും സഹായി ജയറാമിനെയും പോലീസ് പിടികൂടി. ശസ്ത്രക്രിയയ്ക്ക് സമാനമായ സജ്ജീകരണങ്ങളാണ് നാവ് പിളർത്താനായി തയ്യാറാക്കിയത്. പ്രതികൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. ലൈസൻസ് ഇല്ലാത്ത ടാറ്റു സെന്ററുകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കണ്ടെത്തിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഇവരെയൊക്കെ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം, ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെയൊക്കെ ഓരോന്ന് കണ്ടെത്തുന്നതിന്. പിന്നെ അത് മാത്രമല്ല, ഈ സെൻറ്റർ ഒരിക്കലും തുറക്കാത്ത രീതിയിലുള്ള പൂട്ടും ഇടണം, അതാണ് വേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ എന്തിൻ്റെ കേടാണെന്നറിയില്ല, ആ നാവ് കണ്ടിട്ട് വനം മറിക്കുന്നു, 2ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പാമ്പിൻ്റെ നാവ് കണക്ക്. പിന്നെ കണ്ണാണെങ്കിലോ പച്ച കളറാക്കി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ പിള്ളേർക്കൊക്കെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നെ വിമർശിച്ചാലും പ്രശ്നം എനിക്ക്. പക്ഷേ ഞാൻ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും, പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ഈ നാവൊക്കെ മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ നാടൊക്കെ പോകുന്ന പോക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇവന്മാരെയൊക്കെ പെട്ടെന്ന് തടയിട്ട് ഒരിടത്ത് അടക്കി ഒതുക്കി നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറയെ നശിപ്പിക്കാനുണ്ടായ വിഷങ്ങളാണ് ഇവർ. സയനൈഡിനേക്കാളും വീര്യമുള്ള സാധനമാണിത്. കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് എന്ത് കണ്ടാലും പെട്ടെന്ന് അതിലേക്ക് വീഴുന്ന തരത്തിലുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ഭ്രമം ആണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകർഷണം തോന്നും, മറ്റുള്ളവരുടെ ഇടയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടാം എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും.
അപ്പോൾ പലരും ഇതിനൊക്കെ തയ്യാറായിട്ട് മുന്നോട്ട് വരും. ഇവന്മാരെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചൊതുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് തന്നിട്ടില്ലെങ്കിൽ ലൈക്ക് തരൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. ഷാജിയുടെ അവിഹിതങ്ങളുമായിട്ട് തന്നെ വരാം. കാരണം കുറേ കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോകളിൽ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.